ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 മലയാളം ടെക്കിൻ്റെ മറ്റൊരു വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നിജിൽ വിജയൻ KVR. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന ATM കാർഡുകൾ നമുക്കറിയാവുന്ന കാര്യമാണ്. പുതിയ പിൻ നമ്പർ എല്ലാം ജനറേറ്റ് ചെയ്ത് നമ്മളെല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അങ്ങനെ നമ്മൾ ജനറേറ്റ് ചെയ്ത പിൻ നമ്പർ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ എന്താണ് അത് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പുതിയ പിൻ നമ്പർ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്ത് നമുക്ക് വീണ്ടും ഒരു പിൻ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചാണ്. ഇറ്റ്സ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകും മുമ്പ് ഫ്രണ്ട്സ്, നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ താഴെ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അന്നേരമായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനായി നിങ്ങൾ 567676 എന്ന നമ്പറിലേക്ക് PI എന്ന് ക്യാപിറ്റൽ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റിലും നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റിലും കൂടി ചേർത്ത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത ശേഷം സെൻഡ് ചെയ്യുക. സെൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ റിപ്ലൈ വരും. ജസ്റ്റ് അതൊന്ന് സേവ് ചെയ്ത് വെച്ചിരിക്കുക. സേവ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ATM പോവുക. ATM പോയ ശേഷം കാർഡ് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ കുറേ ഓപ്ഷൻസ് വരുന്നതാണ്. അതിനകത്ത് ബാങ്കിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യാൻ പറയും. ഏത് ലാംഗ്വേജ് ആണോ അത് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്യുമ്പോൾ തന്നെ പിൻ നമ്പർ അടിക്കാൻ പറയും. നിങ്ങൾക്ക് ആ വന്നിരിക്കുന്ന മെസ്സേജിനകത്ത് ഒരു 4 അക്ക പിൻ നമ്പർ കാണും. ജസ്റ്റ് അവിടെ ടൈപ്പ് ചെയ്ത ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതിനകത്ത് പിൻ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പിൻ നമ്പറാണോ വേണ്ടത് ആ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ വീണ്ടും ആ ഒരു പിൻ നമ്പർ റീ എൻ്റർ ചെയ്യാൻ പറയും. വീണ്ടും റീ എൻ്റർ ചെയ്യുക. അതിനുശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ റിക്വസ്റ്റ് പ്രോസസ്സ് ആവുകയാണ്. കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനൊരു ഇത് കാണാം, യുവർ പിൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ചേഞ്ച് എന്ന് പറഞ്ഞ്. ഇങ്ങനെയാണ് നിങ്ങളുടെ പുതിയൊരു പിൻ നമ്പർ, നിങ്ങളുടെ പിൻ നമ്പർ മറന്നു പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു കിടിലൻ വീഡിയോയുമായി നെക്സ്റ്റ് ടൈം കാണാം നമുക്ക്. അതുവരെ ബൈ ബൈ.